ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാ റമദാൻ മാസത്തിലും എല്ലാ കൊല്ലവും റമദാൻ മാസം ആകുമ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് തരി കാച്ചിയത് അഥവാ റവ കാച്ചിയത് എന്നൊക്കെ നമ്മൾ പറയും തരിക്കഞ്ഞി അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരൈറ്റം. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാത്ത വീടുകൾ തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു വിഭവം കൂടിയാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ആ പാല് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റവ ഞാനിപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് പാത്രത്തിലേക്ക് പാലൊഴിച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ടു, പിന്നെ റവ ഇട്ടു. ഇത്രയും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു നുള്ളുപ്പ്, ഒരു പൊടിക്ക് നമ്മുടെ 2 വിരലുകൊണ്ട് ഇങ്ങനെ എടുത്താൽ കിട്ടുന്ന അത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞി 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, സിമ്പിൾ. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ പല രീതിയിലും പലരുണ്ടാക്കും. ചിലർ പച്ചവെള്ളത്തിൽ റവ ഇതേപോലെ കുറുക്കിയിട്ട് അത് നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് പാല് ചേർക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര, റവ, ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട്, ഏലക്ക പൊടിച്ചത് ഇത്രയിട്ട് പാലും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കുറുകി വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഈ റവ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം റവ ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാനും പെട്ടെന്ന് കട്ട കെട്ടിപ്പോകാനും സാധ്യതയുണ്ട്. കട്ട കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തരി കുടിക്കാനായിട്ട് തോന്നില്ല, നമുക്കത് കുടിക്കുമ്പോൾ ഒരു സുഖം തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഇളക്കിയെടുത്തിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. തിളച്ച് കഴിഞ്ഞാൽ റവ വേവുന്ന വരെ നമുക്ക് ഒന്ന് ജസ്റ്റ് പാലും റവയും വെന്തൊന്ന് കുറുകി വരുന്നവരെ നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ അടപ്പിൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് ഫ്ലെയിം കുറയ്ക്കാൻ പറ്റില്ല ഈ അടപ്പിൽ. അതുകൊണ്ട് ഞാൻ ഇത് അപ്പുറത്തെ അടപ്പിലേക്ക് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫായി പോകും. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതൊന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കട്ടെ. കുറുക്കുന്ന സമയത്ത് ആകെയുള്ളൊരു ബുദ്ധിമുട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റവ നല്ലപോലെ വെന്ത് വരുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ നമുക്ക് മധുരം ഇപ്പോൾ ഞാനിട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുള്ള മധുരം കറക്റ്റാണ് കേട്ടോ. അതായത് ഓവർ മധുരമല്ല, എന്നാൽ അത്യാവശ്യം മധുരം ഉണ്ടെന്നുള്ള രീതിയിലേക്കുള്ള മധുരം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും 1/2 ലിറ്റർ പാലിന് കേട്ടോ. പിന്നെ മധുരം കൂടുതൽ ആവശ്യം വേണ്ടവർക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. റവയും 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ നമ്മളിതൊന്ന് ചൂടാറി കഴിയുന്ന സമയത്ത് കട്ട പോലെ ആയിപ്പോവും. അത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ റവ ആയിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മളിതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ലപോലെ നമുക്ക് കുടിക്കാൻ പാകത്തിന് കുറുകിയിരുന്നുള്ളൂ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കുക, കശുവണ്ടിയും മുന്തിരിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ചെറിയുള്ളി ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഒരു 5-6 ചെറിയുള്ളിയും കൂടി അരിഞ്ഞ് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് നല്ലപോലെ മൊരിയിച്ചതിന് ശേഷം നമ്മുടെ റവ കാച്ചി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള റവ കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. തരിക്കരി എന്നൊക്കെ പറയുന്ന സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് പശുമ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലിലും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം.